Good morning. Our next topic is important terminologies. അതായത് നമ്മൾ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന കുറേ ടേംസ് ഉണ്ട്. ആ ടേംസ് എന്തൊക്കെയാണെന്നാണ് ഇനി ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെയിറ്റ്. നമ്മൾ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ്വർക്ക് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ടിനെ ഒരു വെയിറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നെക്സ്റ്റ് ലെവലിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ വെയിറ്റ് എന്താണെന്നാണ് ഇനി പറയുന്നത്. അപ്പോൾ the weight contain information about the input signal. ഇൻപുട്ട് സിഗ്നലിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് വെയിറ്റിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ നെറ്റ് ടു സോൾവ് ദ പ്രോബ്ലം. അതായത് നിങ്ങളുടെ ആർട്ടിഫിഷ്യൽ ന്യൂറൽ നെറ്റ് എന്ത് ചെയ്യും, പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വെയിറ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ടേംസ് ഓഫ് മെട്രിക്സ് ആൻഡ് കോൾഡ് ആസ് കണക്ഷൻ മെട്രിക്സ്. നമ്മൾ ഇപ്പം നിങ്ങൾക്ക് ഇൻപുട്ട് ലൈൻസ് ആണുള്ളതുണ്ടെങ്കിൽ ഒരു മെട്രിക്സ് റെപ്രസെൻറ്റേഷൻ ആയിട്ടാണ് നമ്മൾ ഈ വെയിറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നമുക്ക് കാൽക്കുലേഷൻസ് വരുന്ന സമയത്ത് കാണാൻ വേണ്ടി പറ്റും മെട്രിക്സ് എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ആ മെട്രിക്സിനെ പറയുന്ന പേര് കണക്ഷൻ മെട്രിക്സ് എന്നാണ്. ഇഫ് വെയിറ്റ് മെട്രിക്സ് W contains all the elements of ANN, then the set of all W matrices will determine the set of all possible information processing configuration. അതായത് നമ്മുടെ വെയിറ്റ് മെട്രിക്സിൻ്റെ അകത്ത് ANNലെ എലമെൻസിനെല്ലാം കറസ്പോണ്ടിങ് ആയിട്ടുള്ള വെയിറ്റ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് കോൺഫിഗറേഷൻ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് എല്ലാ ഇൻപുട്ടുമായിട്ടും വെയിറ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഒരു റെപ്രസെൻറ്റേഷൻ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. The ANN can be realized by finding an approximate matrix W. അതായത് നമ്മൾ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഒക്കെ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിന്, നമ്മൾ ഇൻ കേസ് നമ്മൾ കൊടുത്ത ഇൻപുട്ട് ഇൻറ്റു വെയിറ്റ് ചെയ്തിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് വെക്റ്റർ എന്ന് പറയുന്നത് നമ്മളെ ഡിസൈഡ് ഔട്ട്പുട്ടുമായിട്ട് ഡിഫറെൻ്റ് ആണെങ്കിൽ, അതായത് നമ്മളെ ആക്ച്വൽ ഔട്ട്പുട്ടും ഡിസൈഡ് ഔട്ട്പുട്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഒരു എറർ ജനറേറ്റ് ചെയ്യും. ആ എറർ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ഈ വെയിറ്റിനെയാണ് മോഡിഫൈ ചെയ്യുന്നത്. കറക്റ്റായിട്ട് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ വെയിറ്റിനെയാണ് നമ്മൾ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ weight encode long-term memory and the activation state of a network encode short-term memory in neural network. ഇപ്പോൾ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം ആയിട്ടുള്ളത്, അതായത് ഒരുപാട് സമയത്തേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, വെയിറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും, ലോങ് ടേം മെമ്മറിയിലേക്കാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ആൻഡ് ദ ആക്ടിവേഷൻ സ്റ്റേറ്റ് ഓഫ് നെറ്റ്വർക്ക് എൻകോഡ് ഇൻ ഷോർട്ട് ടേം മെമ്മറി. അതായത് ആക്ടിവേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ചില മാറിക്കൊണ്ടിരിക്കും, നമ്മൾ വെയിറ്റ് മാറുന്നതിനനുസരിച്ച് ആക്ടിവേഷൻ സ്റ്റേറ്റ് മാറിക്കൊണ്ടിരിക്കും. അത് നമ്മൾ ഷോർട്ട് ടേം മെമ്മറീൻ്റെ അകത്താണ് സ്റ്റോർ ചെയ്യുന്നത്. വെയിറ്റ് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ലോങ് ടേം മെമ്മറിയിലേക്കാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ വെയിറ്റിൻ്റെ കേസിൽ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ടേമാണ് ബയാസ്. ബയാസ് നമ്മൾ ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു ഇൻപുട്ട് വാല്യൂ ആഡ് ചെയ്യുന്നതിനെയാണ് ബയാസ് എന്ന് പറയുന്നത്. ബയാസ് ഹാസ് എൻ ഇമ്പാക്റ്റ് ഇൻ കാൽക്കുലേറ്റിംഗ് നെറ്റ് ഇൻപുട്ട്. നെറ്റ് ഇൻപുട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് ഒരു ഇമ്പാക്റ്റ്, അതായത് അതിൻ്റെ ഈ ബയാസിൻ്റെ എഫക്റ്റും കൂടി നിങ്ങൾ നെറ്റ് ഔട്ട്പുട്ടിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ബയാസ് ഈസ് ഇൻക്ലൂഡഡ് ബൈ ആഡിങ് x0 ടു ദ ഇൻപുട്ട് വെക്റ്റർ x. നമ്മൾ x1 x2 x3 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇൻപുട്ട് വെക്റ്റേഴ്സ് വരച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ബയാസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് x0 എന്ന് പറഞ്ഞിട്ടൊരു ഇൻപുട്ട് വെക്റ്ററും കൂടി ആഡ് ചെയ്യുന്നു. അതിൻ്റെ വെയിറ്റ് ആയിട്ടാണ് നമ്മൾ ബയാസ് സിഗ്നൽ കൊടുക്കുന്നത്. ഓക്കെ, ദ നെറ്റ് ഔട്ട്പുട്ട് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ying ഈക്വൽ ടു സിഗ്മ i ഈക്വൽ ടു 0 ടു n xi wij. നമുക്കറിയാം ഇങ്ങനെയായിരുന്നു നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഇപ്പോൾ ij എന്നൊക്കെ ഉണ്ട്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണെങ്കിൽ xi wi എന്ന് മാത്രമേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ij എന്ന് പറയുന്നത് x1 നിന്ന് y1ലേക്ക് പോകുമ്പം 11, അതുപോലെ തന്നെ x1 നിന്ന് x2ലേക്ക് y2ലേക്ക് പോകുമ്പോൾ 12 എന്നുള്ള റെപ്രസെൻറ്റേഷൻ വരുന്നുണ്ട്. അതും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ij എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമ്മൾ ബയാസ് ആഡ് ചെയ്യുന്ന സമയത്ത്, ബയാസ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ ഇൻപുട്ടാണ്, അത് ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ying ഈക്വൽ ടു bj. ഇതാണ് ബയാസ് വാല്യൂ എന്ന് പറയുന്നത്. ബയാസ് വാല്യൂ പ്ലസ് നമ്മൾ നേരത്തെ കൊടുത്തിരിക്കുന്ന സെയിം i ഈക്വൽ ടു 0 ടു n xi wij എന്ന് വരും. ദ ബയാസ് ഈസ് ഓഫ് 2 ടൈപ്പ്. 2 ടൈപ്പിലാണ് ബയാസ് കൊടുക്കുന്നത്. പോസിറ്റീവ് ബയാസ് ഇൻക്രീസസ് ദ നെറ്റ് ഇൻപുട്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ബയാസും ഉണ്ട്, അത് ഡിക്രീസസ് ദ നെറ്റ് ഇൻപുട്ട്. അത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പോസിറ്റീവ് ബയാസ് ആണെങ്കിൽ ബി എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും, അത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന സമയത്ത്
നെറ്റായിട്ടുള്ള ഇൻപുട്ട് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ ഈ സം വാല്യൂവിൻ്റെ അകത്ത് നിന്ന് ഇത് റെഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് ത്രെഷോൾഡ് ആണ്. ത്രെഷോൾഡ് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് വാല്യൂ ബേസ്ഡ് അപ്പോൺ വിച്ച് ദ ഫൈനൽ ഔട്ട്പുട്ട് ഈസ് കാൽക്കുലേറ്റഡ്. അതായത് നമ്മളൊരു റേഞ്ച് വാല്യൂ കൊടുത്തിട്ടുണ്ടാകും. ആ റേഞ്ച് വാല്യൂവിനേക്കാളും കൂടുന്ന സമയത്ത് മാത്രമേ നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതായത് ആ സമയത്ത് മാത്രമേ എക്സൈറ്റേഷൻ നടക്കുന്നുള്ളൂ. നമ്മൾ ന്യൂറോണിൻ്റെ എക്സൈറ്റേഷൻ നടക്കുന്നത് ത്രെഷോൾഡ് വാല്യൂവിനേക്കാളും കൂടുന്ന സമയത്താണ്. കാൽക്കുലേറ്റഡ് നെറ്റ് ഇൻപുട്ട് ആൻഡ് ത്രെഷോൾഡ് ഈസ് കമ്പയർഡ് ടു ഗെറ്റ് ദ നെറ്റ്വർക്ക് ഔട്ട്പുട്ട്. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള നെറ്റ് ഇൻപുട്ടും അതുപോലെ തന്നെ ത്രെഷോൾഡ് വാല്യൂയും കൂടി കമ്പയർ ചെയ്തിട്ടാണ് നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദ ആക്ടിവേഷൻ ഫംഗ്ഷൻ ഓഫ് ത്രെഷോൾഡ് ഈസ് ഡിഫൈൻഡ് ആസ്, നമ്മൾ നേരത്തെ കണ്ടതാണ് ത്രെഷോൾഡ് വെച്ചിട്ടുള്ള ആക്ടിവേഷൻ ഫംഗ്ഷൻ അല്ലേ. ബൈനറി സ്റ്റെപ്പ് ഫംഗ്ഷനും അതുപോലെ തന്നെ ബൈപ്പോളാർ സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ അകത്ത് നമ്മൾ ത്രെഷോൾഡ് വാല്യൂ വെച്ചിട്ടുള്ളൊരു കമ്പാരിസൺ കണ്ടതാണ്. അപ്പോൾ നോക്കുക, എഫ് ഓഫ് നെറ്റ് ഈക്വൽ ടു 1 ഇഫ് നെറ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ത്രെഷോൾഡ്. ത്രെഷോൾഡിനേക്കാളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും വരുന്നത്, അല്ലെങ്കിൽ -1 ആയിരിക്കും വരുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ബൈനറിൻ്റെ കേസിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ത്രെഷോൾഡിനേക്കാളും ഗ്രേറ്റർ ദാൻ ആണ് വരുന്നതെങ്കിൽ എന്ത് വരും, ഔട്ട്പുട്ടിൽ 1 വരും, അല്ലാത്ത കേസിൽ ഔട്ട്പുട്ട് 0 വരും. അപ്പോൾ വേർ തീറ്റ ഇസ് ദ ഫിക്സഡ് ത്രെഷോൾഡ് വാല്യൂ. ഇവിടെ തീറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ത്രെഷോൾഡിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാണ് ത്രെഷോൾഡിൻ്റെ അകത്ത് വരുന്നത്. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത്, ഇതൊക്കെയാണ് അടുത്ത ടേം എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലേണിംഗ് റേറ്റ് ആണ്. ലേണിംഗ് റേറ്റ് എന്ന് പറയുന്നത് അത് റിപ്രസെൻറ്റ് ചെയ്യുന്നത് ആൽഫ വെച്ചിട്ടാണ്, ഡിനോട്ടഡ് ബൈ ആൽഫ. കൺട്രോൾ ദ എമൗണ്ട് ഓഫ് വെയിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അറ്റ് ഈച്ച് സ്റ്റെപ്പ് ഓഫ് ട്രെയിനിങ്. നമ്മളെ ഓരോ സ്റ്റെപ്പ് ഓഫ് ട്രെയിനിങ് നമ്മൾ ഫസ്റ്റ് ഒരു പ്രാവശ്യം ഇൻപുട്ട് ഔട്ട്പുട്ടിലേക്ക് റെഫർ ചെയ്യും. അന്നേരത്ത് എറർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് വെയിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കും. അങ്ങനെ ഓരോ ട്രെയിനിങ് സ്റ്റെപ്പിലും നമ്മൾ ഈ വെയിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ലേണിംഗ് റേറ്റ് യൂസ് ചെയ്യുന്നത് ഈ എമൗണ്ട് ഓഫ് വെയിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്, എത്ര സ്റ്റെപ്പ് വെയിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്നുള്ളത് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആൽഫ എന്ന് പറയുന്ന ലേണിംഗ് റേറ്റ് യൂസ് ചെയ്യുന്നത്. കൺട്രോൾ ദ എമൗണ്ട് ഓഫ് വെയിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അറ്റ് ഈച്ച് സ്റ്റെപ്പ് ഓഫ് ട്രെയിനിങ്. ഓരോ ട്രെയിനിങ് സ്റ്റെപ്പിലും എത്ര വെയിറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഈ ലേണിംഗ് റേറ്റ് വെച്ചിട്ടാണ്. ദ ലേണിംഗ് റേറ്റ് റേഞ്ചസ് ഫ്രം 0 to 1. 0 മുതൽ 1 വരെയുള്ള വാല്യൂസ് ആണ് ലേണിംഗ് റേറ്റിന് യൂസ് ചെയ്യുന്നത്. ഡിറ്റർമൈൻ ദ റേറ്റ് ഓഫ് ലേണിംഗ് അറ്റ് ഈച്ച് സ്റ്റെപ്പ്. ഓരോ സ്റ്റെപ്പിലുള്ള റേറ്റ് ഓഫ് ലേണിംഗ് ആണ് ലേണിംഗ് റേറ്റ് വെച്ചിട്ട് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇനി അടുത്ത ടേം എന്ന് പറയുന്നത് മൊമെൻറ്റം ഫാക്ടറാണ്. അപ്പോൾ കൺവേർജൻസ് ഈസ് മെയ്ഡ് ഫാസ്റ്റർ ഇഫ് എ മൊമെൻറ്റം ഫാക്ടർ ഈസ് ആഡഡ് ടു ദ വെയിറ്റ് അപ്ഡേഷൻ പ്രോസസ്സ്. അതായത് നമുക്ക് കിട്ടേണ്ട ആക്ച്വൽ ഔട്ട്പുട്ടും അതുപോലെ തന്നെ ഡിസൈഡ് ഔട്ട്പുട്ടും തമ്മിലൊരു കൺവേർജൻസ്, അതായത് ഒരു ഈക്വാലിറ്റി എപ്പോഴാണ് ഉണ്ടാവുക, അതായത് പെട്ടെന്ന് അതിനൊരു ഈക്വാലിറ്റി വരണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഒരു മൊമെൻറ്റം ഫാക്ടറും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. അതായത് വെയിറ്റിൻ്റെ കൂടെ വെയിറ്റ് അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു മൊമെൻറ്റം ഫാക്ടറും കൂടി ആഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഔട്ട്പുട്ട് കൺവേർജൻസ് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ബാക്ക് പ്രൊപ്പഗേഷൻ നെറ്റ്വർക്കിലാണ്. അതായത് ഫീഡ്ബാക്ക് എടുത്തിട്ട് ബാക്കിലേക്ക് കൊടുത്തിട്ട് അങ്ങനെയുള്ള നെറ്റ്വർക്കിലാണ് ഈ മൊമെൻറ്റം ഫാക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. കൺവേർജൻസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത പാരാമീറ്റർ ആണ് വിജിലൻസ് പാരാമീറ്റർ. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് റോ സിമ്പൽ വെച്ചിട്ടാണ്. യൂസ്ഡ് ഇൻ അഡാപ്റ്റീവ് റെസൊണൻസ് തിയറി നെറ്റ്വർക്കിലാണ്, ART നെറ്റ്വർക്കിലാണ് ഈ വിജിലൻസ് പാരാമീറ്റർ യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ടു കൺട്രോൾ ദ ഡിഗ്രി ഓഫ് സിമിലാരിറ്റി. ഇത് യൂസ് ചെയ്യുന്നത് ഡിഗ്രി ഓഫ് സിമിലാരിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടി, രണ്ട് ഇൻപുട്ട് അല്ലെങ്കിൽ കുറേ ഇൻപുട്ട് കൊടുക്കുന്ന സമയത്ത് അവർ തമ്മിലുള്ളൊരു ഡിഗ്രി ഓഫ് സിമിലാരിറ്റി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിജിലൻസ് പാരാമീറ്റർ കൊടുക്കുന്നത്. അപ്പോൾ ഈ വാല്യൂ റേഞ്ച് ചെയ്യുന്നത് 0.7 to 1 ആണ്. ടു പെർഫോം യൂസ്ഫുൾ വർക്ക് ഇൻ ദ കൺട്രോളിങ് ദ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ്. ഇപ്പോൾ ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ക്ലാസിഫിക്കേഷൻ പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ് ക്ലസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. സിമിലർ വാല്യൂസ് ഉള്ള ഇതിനെ ഒരു ഗ്രൂപ്പായിട്ട് ഫോം ചെയ്യുന്നതിനെയാണ് ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ വിജിലൻസ് പാരാമീറ്റർ യൂസ് ചെയ്യുന്നത് യൂസ്ഫുൾ വർക്ക് ഇൻ കൺട്രോളിങ് ദ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ്. അതായത് ഒരുപാട് ക്ലസ്റ്റേഴ്സ്, ഒരു ചെറിയ ചെറിയ വേരിയേഷൻസ് വരുമ്പോൾ തന്നെ ഇപ്പോൾ വേറെ വേറെ ക്ലസ്റ്റർ ഉണ്ടാക്കുന്നതിന് പകരം കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഓൾറെഡി ഉള്ള ഏതെങ്കിലും ക്ലസ്റ്ററിലേക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ വാല്യൂസ് 0.7 to 1
വരെ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് വേണ്ടിയിട്ടുള്ള പെർട്ടിക്കുലർ ആക്ഷൻസ് എന്താണ്, ആ ആക്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വിജിലൻസ് പാരാമീറ്ററിൻ്റെ റേഞ്ച് 0.7 മുതൽ 1 വരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ.